നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ മെയ് 3-ന് നടന്നിട്ടുള്ള കേരളത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ എക്സാമിനേഷനുകളിലൊന്നായിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ. ആ പരീക്ഷ റദ്ദാക്കിയേക്കാണ് NTA എന്ന് പറയുന്നത്. ഈ റദ്ദാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളതാണ്. ആ ലീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പ്രസ്സിൽ നിന്ന്, അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് ഇത് ലീക്കായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ലീക്കാകാനേ സാധ്യതകളുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചില മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള ഖൈർനാനിനെയും അതുപോലെ നിരവധി ആളുകളെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിലേക്കല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തപ്പെടുന്നത്. ആ പരീക്ഷകൾ നടത്തപ്പെടുന്നതിനെ പലപ്പോഴും നമ്മൾ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഗൗരവമേറിയ വിഷയമായി പോലും ജനങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ്, ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ നിങ്ങളോട് ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളിപ്പോൾ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും 10-15 ലക്ഷം കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നതെന്നും ചിലർ കൊറിയർ വഴിയാണ് അത് കിട്ടിയതെന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾ ലീക്കായിട്ടുള്ളൊരു സംഭവമേ അല്ല ഇത്. അങ്ങനെ ലീക്കാക്കിയതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു, നമ്മളൊക്കെ സാധാരണ കാണുന്ന പോലെ ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ട് എടുത്തു, അത് പഠിച്ചിട്ട് വന്ന് പരീക്ഷ എഴുതി എന്നൊക്കെ പറയുമ്പോൾ വളരെ ലളിതമായി കാണാൻ പറ്റുന്നൊരു സംഗതിയല്ലത്. ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള മാഫിയകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നെറ്റ്വർക്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ആളുകൾ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെയുണ്ട്. രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു വിമർശനമാണ് എനിക്ക് നിങ്ങളോട് ഉന്നയിക്കാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം, ഞാൻ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CAT എന്ന് പറഞ്ഞ എൻട്രൻസിൻ്റെ പരീക്ഷയുണ്ട്. ആ CAT എന്ന് പറഞ്ഞ എൻട്രൻസിൻ്റെ പരീക്ഷ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് അത് MBAയുടെ ഏറ്റവും വലിയ പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ MBA കോളേജുകളാണ്. സത്യത്തിൽ അതിനെ MBA എന്ന് വിളിക്കാൻ പാടില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നാണ്. 2 കൊല്ലത്തെ കോഴ്സാണ്. കാരണം MBA കൊടുക്കണമെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്ന് പറയുന്ന നിയമമുണ്ട്. അതുകൊണ്ട് അവർ യൂണിവേഴ്സിറ്റി അല്ലാത്തതുകൊണ്ട് അവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ എനിക്കറിയില്ല, നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ കാലിക്കറ്റ് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ CAT എന്ന് പറഞ്ഞൊരു പരീക്ഷ തന്നെ നമ്മൾ നിരവധി തവണ അധ്വാനിച്ച് പഠിച്ചിട്ടാണ് അത് എഴുതാൻ പോകുന്നത്. കാരണം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാൽ മാത്രം കിട്ടുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അഡ്വാൻസായി കിട്ടിയാൽ പോലും നമ്മൾ ഫെയിലായി പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് അതിൻ്റെ മുഴുവൻ ആൻസറുകളും നമ്മൾ കറക്റ്റ് ആക്കിയാൽ, ആ കറക്റ്റ് ആക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ, അത് OMR ഷീറ്റാണ്, അത് കറക്റ്റാക്കി കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം ഇത് എവിടെ നിന്നോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരാൾക്ക് കറക്റ്റാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ ഫുള്ളായിട്ട് ഒരാളും കറക്റ്റാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പെർസെൻറ്റൈൽ സ്കോറാണ് നമുക്ക് കിട്ടുക. അതിൽ കട്ട് ഓഫ് മാർക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ക്വസ്റ്റിനും, ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പ്രൊഫഷൻസിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അതിനവരൊരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ടാവും. ആ കട്ട് ഓഫ് മാർക്ക് അല്ലാതെ നമ്മളത് മുഴുവൻ ശരിയാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും അത് രണ്ടാമത് റീചെക്ക് ചെയ്യപ്പെടും ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു QA എന്ന് പറയുന്ന മാത്സിൻ്റെ ബേസിൽ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിലും നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്കൊക്കെ എല്ലാ കൊല്ലവും ഒരേ മാർക്കല്ല കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ് അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കപ്പെടുക. കൂടാതെ നിങ്ങൾ അറിയേണ്ടത്, ഇന്ത്യയിലെ നിരവധി IIMകളിൽ പലതിൽ നിന്ന് ഒരാൾ വെർബൽ എബിലിറ്റി ഉണ്ടാക്കും, ഒരാൾ റീസണിങ് ഉണ്ടാക്കും, ഒരാൾ ഇതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കും. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ സ്ഥലത്തുനിന്നും വന്ന് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് പ്രസ്സിൽ മാത്രമാണ്. അപ്പോൾ പ്രസ്സിൽ നിന്ന് മാത്രമേ ഇത് പുറത്തേക്ക് പോകൂ, മൊത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്തവണയും ഈ നീറ്റ് എൻട്രൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നാസിക്കിലാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുത്താൽ പോലും അത് പരീക്ഷ റദ്ദായി പോകും. അതുകൊണ്ട് ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം. അന്ന്, ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ, ഒരു 10-15 കൊല്ലം മുമ്പുള്ള കഥയാണ്. അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 25 കൊല്ലം, 22-23 കൊല്ലം മുമ്പുള്ള കഥയാണ്.
അന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും ഇവർ കൃത്യമായി ഇതിനാവശ്യക്കാരെ കണ്ടുപിടിക്കും. കാരണം IIM അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് അന്ന് തന്നെ 4-5 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടും. ഇപ്പം അത് കോടികളിലേക്കൊക്കെ വരെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നിരവധി വലിയ ആളുകളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ കോഴ്സാണത്. തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ഡിഗ്രി മാത്രം മതി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് മിക്കവാറും ആളുകൾ അതിനകത്ത് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കിട്ടിയാൽ നമ്മുടെ ഒരു 100% പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ IIM ബാംഗ്ലൂരിലോ IIM കൽക്കട്ടയിലോ IIM അഹമ്മദാബാദോ കിട്ടിയാൽ 100% പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ആ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സാലറി ഉള്ള പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇത് കിട്ടണം എന്ന് വിചാരിച്ച് ഭയങ്കരമായി പഠിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഡിഗ്രിയോടൊപ്പം തന്നെ കോഴ്സുകൾ 3 കൊല്ലം പഠിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 കൊല്ലമൊക്കെ ഇതിന് വേണ്ടി വലിയ എഫേർട്ട് ഇടും. അങ്ങനെ കിട്ടുന്നൊരു പരീക്ഷയാണിത്. പലപ്പോഴും സിവിൽ സർവീസിനെക്കാളൊക്കെ വലിയ സാലറിയും വലിയ പെർക്സും ഒക്കെ കിട്ടുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ പെർക്സൊക്കെ തുടക്കത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ പേപ്പർ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വിൽക്കും എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ആ വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അന്ന് തന്നെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി, കാരണം ഇത് റോട്ടിൽ കൂടി നടന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ IIM ക്യാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ കൃത്യമായി ഇത് എഴുതുന്ന ആളുകളെ കോൺടാക്ട് ചെയ്ത് അതിൽ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി ഓരോരുത്തരുടെ 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ മേടിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കില്ല. പകരം ഇവർ ഫില്ല് ചെയ്തിട്ടുള്ള OMR ഷീറ്റാണ് കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ ഒരെണ്ണത്തിലുണ്ടെങ്കിൽ അതിൽ 14 എണ്ണം കറക്റ്റും 3 എണ്ണം തെറ്റുമായിട്ടുള്ള OMR ഷീറ്റ് ഇവർ ഉണ്ടാക്കി തരും. എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ അത്ര ബ്രില്യൻ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള OMR ഷീറ്റ് ഇവർ കൊടുക്കും. ആ OMR ഷീറ്റ് നമുക്ക് നോക്കിയിട്ട് നമ്മൾ യഥാർത്ഥ OMR ഷീറ്റിൽ എന്ത് ചെയ്താൽ മതി, ബ്ലാക്ക് ആൻഡ് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില സമയത്ത് ഇവർ അതുപോലത്തെ OMR ഷീറ്റ് തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ അത് പിന്നെ പിടിച്ചാലോ എന്ന് വെച്ചിട്ട് OMR ഷീറ്റ് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ OMR ഷീറ്റ് ഒന്നില്ലെങ്കിൽ ഇവരുടെ OMR ഷീറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ OMR ഷീറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ഡാർക്കൺ ചെയ്യുകയോ വേണം. അത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ പരീക്ഷാ പേപ്പർ കോപ്പി അടിക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇനി ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ, ഇപ്പം റദ്ദാക്കിയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ പോലെ തന്നെ അന്ന് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ചില ആളുകൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തതുമായിട്ട് പിടിക്കപ്പെട്ടിരുന്നു. ആ പിടിക്കപ്പെട്ടപ്പോൾ അന്നൊരു ഡോക്ടറും ആ ഡോക്ടർമാരടങ്ങിയിട്ടുള്ള ഒരു വലിയ സംഘവുമാണ് പിടിക്കപ്പെട്ടത്. ആ പിടിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആസ്തി തന്നെ 100 കോടി രൂപയിലധികമായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് ആദ്യമായിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഈ പണി ചെയ്തതെന്നും നിരവധി കൊല്ലങ്ങളായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ 22 ലക്ഷം പേര് എഴുതിയ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അതുകൊണ്ട് തന്നെ മെയ് 3 നടത്തിയിട്ടുള്ള പരീക്ഷകൾ റദ്ദ് ചെയ്യുകയാണ്. ഈ പരീക്ഷയൊക്കെ കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ആളുണ്ടെന്നും ഇതിൻ്റെ പുറകിലൊരു വലിയ മാഫിയ ഉണ്ടെന്നും ആ മാഫിയക്കാർ 10-15 ലക്ഷം രൂപ കിട്ടുന്ന ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണം. പക്ഷെ അതൊന്നും ഞാൻ നടക്കും ഇവിടെ എന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതിനൊക്കെ വലിയ തോതിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളുടെ പാട്രണേജ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യപ്രദേശിലൊരു വ്യാപം അഴിമതിയും ആ വ്യാപം അഴിമതിയിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലൂടെ ജോലി നേടിയിട്ടുള്ള ആളുകൾ 10, 30, 35 കൊല്ലം ജോലി നേടി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഈ അന്വേഷണം വരുമ്പോൾ 45-48ഓളം പേരെ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് അതിൽ മജിസ്ട്രേറ്റ് മുതൽ നിങ്ങൾ അറിയേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ വരെയുള്ള നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കൈക്കൂലി കൊടുത്തുകൊണ്ട് പല തിരുത്തലുകളും നടത്തിക്കൊണ്ട് സംഭവം ജോലിക്ക് കയറിയവരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ അന്വേഷണം ഇവിടെ എത്തിയെന്നറിയില്ല. അന്വേഷണം നിർത്തുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം അതിനിടയിൽ തന്നെ പല പ്രായമുള്ള റിട്ടയർ ചെയ്യാറായിട്ടുള്ള ആളുകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ 45-ലധികം പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു വളരെ സുതാര്യമായിട്ടുള്ള ഒരു പരീക്ഷ അത് നടത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിയാത്തൊരു ഗവൺമെൻറ്റിനെതിരെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഉയരുന്നില്ല. 3, 4, 5 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നിൽക്കും. ഈ പാവം പിടിച്ച 22 ലക്ഷം കുട്ടികൾ, ആ 22 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ മാത്രം ആഗ്രഹമല്ല ഇത്. ഒരു കൊച്ചു ഡോക്ടറായി കാണണം എന്ന് പറയുന്ന ആഗ്രഹം തുടങ്ങുന്നത് 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കും മുതൽ
12ാം ക്ലാസ് വരെയുള്ള 5 കൊല്ലങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയി വളരെ ഭംഗിയായി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ പാലാ ബ്രില്യൻസ് പോലെയും മറ്റേ തൃശ്ശൂരുണ്ടായിരുന്ന കോച്ചിങ് സെൻറ്റർ പോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ കോച്ചിങ്ങുകൾക്ക് പോയി വലിയ കഠിനാധ്വാനം ചെയ്ത് ഏറ്റവും ഒടുവിൽ വന്നവർ പരീക്ഷ എഴുതിയെന്നാണ്. ആ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് എന്ത് ചെയ്തു, ലീക്കായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി അടുത്ത തവണ വന്ന് വീണ്ടും പരീക്ഷ എഴുതിക്കോളൂ, 5, 10, 15 ദിവസത്തിനായി ഞങ്ങൾ പരീക്ഷ വീണ്ടും നടത്താമെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ നമ്മുടെ ജനങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അവരിതിനെതിരെ പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത് IIT-കളുടെ ജോയിൻ്റ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞ പരീക്ഷയാണ്. അത് ബ്രില്യൻ്റ് എമംഗ് ദ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എഴുതുന്നു എന്ന് വിചാരിക്കുന്ന പരീക്ഷയാണ്. ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല എൻട്രൻസ് കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷകൾ നടത്തുന്നതിൽ കുറേ കൂടി ഒരു സുതാര്യതയും കൃത്യതയും ഒക്കെ വേണ്ടേ? തമ്മിൽ ഭേദം ഇത്തരത്തിലുള്ള വലിയ ഏജൻസികൾ നടന്ന IIT-കൾ നടന്ന പരീക്ഷകൾ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും അതിൽ അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നൊരു കുട്ടിക്ക് ഒരു നീതി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യ ഇനി ഈ രാജ്യം, നമ്മൾ 4ാമത്തെ സൈനിക ശക്തിയാണ്, നമ്മൾ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും എങ്ങനെയാണ് പുരോഗമിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്നും വലിയ ഗൗരവത്തിൽ കാണാത്ത അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഇപ്പം പോലും ഈ നാസിക്കിലെ, മഹാരാഷ്ട്രയിൽ നാസിക്കിലെ പ്രസ്സിൽ നിന്ന്, ആ പ്രസ്സിലേക്ക് വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടി ഒന്നിച്ച് ഒന്നാകുന്നത്. ആ പ്രസ്സിൽ നിന്ന് ഇത് ലീക്കായി പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ളത് നിസാര തോക്കുകളല്ല. ഇപ്പോൾ ഏതാണ്ട് മെഡിക്കൽ ഒരു സ്റ്റുഡൻറ്റിനെ അടക്കം നിരവധി പേരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ആയിരിക്കില്ല എന്ന് വിചാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളോട് മാധ്യമങ്ങളും പത്രങ്ങളും പറയാത്തൊരു കാര്യമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് തന്നെ വിചാരിക്കട്ടെ, നിങ്ങളിത് എങ്ങനെ വിൽക്കും? ഈ 22 ലക്ഷം പേരിൽ ഒരു 10,000 പേർക്കെങ്കിലും ഇത് വിറ്റാലല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ 10,000 പേരെ കണ്ടുപിടിക്കണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇല്ലാതെ രാവിലെ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് മറ്റേ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കിട്ടിയിട്ടുണ്ട്, IIM CAT-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യൂ, നിങ്ങളെല്ലാവരും വന്ന് മേടിക്കൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വളരെ രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്? നമ്മളിപ്പോൾ കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാരിയർ ഇല്ല. അവരെ വളരെ മിടുക്കന്മാരായിട്ടുള്ള പഠിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ഒന്നുമില്ല കഞ്ചാവ് ഒന്നും വലിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് മെഡിക്കൽ എൻട്രൻസ് കിട്ടണമെന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി കഴിഞ്ഞ 4-5 കൊല്ലമായി പരിശ്രമിക്കുന്ന, നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷയെക്കുറിച്ച് അറിയാവുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് ഈ 22 ലക്ഷം ഫാമിലി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് ശരിയല്ലാത്ത രീതിയിലാണെങ്കിലും പണം കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയും മേടിക്കാൻ കഴിയുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എങ്ങനെയും മേടിക്കണമെന്ന് പറയുന്ന ഒരു ചിന്തയുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്കിത് സെല്ല് ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂറുകണക്കിന് കോടികൾ ഇതുവഴി ഉണ്ടാക്കാം എന്നവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഇതകത്തും ആളുണ്ട്, പുറത്തും ആളുണ്ട്, വലിയ മാഫിയൻ നെറ്റ്വർക്കാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടിങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് 100 കോടി രൂപയുടെ അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വീണ ഡോക്ടർക്ക് മറ്റ് നിരവധി ഡോക്ടേഴ്സും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്നത്? നമുക്കറിയാം, ഇവിടെ എന്തായാലും കഴിഞ്ഞ ഞാനൊരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ ഏതാണ്ട് 300-350 വരുന്ന മെഡിക്കൽ കോളേജുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ. ആ 350 മെഡിക്കൽ കോളേജുകളിൽ വളരെ തുച്ഛമായിട്ടുള്ള സീറ്റുകളേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി എടുത്താലേ ഇപ്പോൾ ജീവിക്കാൻ പറ്റും. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സീറ്റ്, അതായത് 60 സീറ്റ് MBBS-നുണ്ടെങ്കിൽ ഒരു 14-15 സീറ്റുകളായിരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 4-1 സീറ്റാണ് ഉണ്ടാവുക. അതിനു വേണ്ടി വീണ്ടും എൻട്രൻസ് എഴുതി ഇവർ കാത്തിരിക്കണം. എത്ര വലിയ കഷ്ടപ്പാടാണെന്നറിയോ? ഇനി ഇതിൻ്റെ പുറകിൽ നടക്കുന്ന വലിയ ബിസിനസ് എത്രയാണെന്നറിയോ? കോടികളുടെ ബിസിനസ്സാണ്. ഉക്രൈൻ അടക്കം ചൈന അടക്കം നിരവധി സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള കോഴ്സുകൾ നടന്നു. അവിടെയൊന്നും സത്യത്തിൽ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് നേരെ ആളുകളെ കയറ്റി ഇങ്ങോട്ട് വിടും. ഇവിടെ വന്നവർ നേരത്തെ ഡോക്ടർമാരെ പ്രാക്ടീസ് ചെയ്യും. നിങ്ങളറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ലോകരാജ്യങ്ങളിലും, മിക്ക ഡെവലപ്ഡ് ആയിട്ടുള്ള ലോകരാജ്യങ്ങളിലും തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് MBBS-ഉം അല്ലെങ്കിൽ MDO അല്ലെങ്കിൽ അതുപോലെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ബിറ്റ്സ് പിലാനിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന്. അവൻ്റെ വൈഫ് ഡോക്ടറാണ്, PG കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, ഓസ്ട്രേലിയയിലാണ്. പക്ഷെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പരീക്ഷ എഴുതണം.
കാരണം ഇത് മറ്റേതെങ്കിലും ജോലി പോലെ അല്ലല്ലോ, അവരുടെ ഉള്ള ജനങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതണം. ആ പരീക്ഷ പാസ്സായാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അലവ് ചെയ്യുള്ളൂ. കാരണം എങ്കിലും അവർക്ക് വിശ്വാസമുള്ളൂ. അല്ലാതെ നിങ്ങളെവിടെ പഠിച്ച് ലോകത്ത് എവിടെ പഠിച്ചെന്നുകൊണ്ട് കാര്യമില്ല. സത്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷ വെച്ചിട്ടുണ്ട്. ഇനി ആ പരീക്ഷയുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അത് ഇതുപോലെ ഉക്രൈനിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ജോർജിയയിൽ നിന്നൊക്കെ പല ഇതുപോലെ MBBS കോഴ്സുകൾ കഴിഞ്ഞ് വരുന്നവർ ഇവിടെയും ഒരു ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആകൂ പ്രാക്ടീസ് ചെയ്യാൻ. എലിജിബിൾ ആകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ വലിയ ഹെഫ്റ്റി ആയിട്ടുള്ള എമൗണ്ടുകളാണ് ഫീസുകളായി ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഇതിന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവിടെയുള്ള എല്ലാ ഓർഗനൈസേഷൻസും എടുത്തു വെച്ചോ, വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി മാത്രം തുറന്നു വച്ചിരിക്കുന്ന 10,000-കണക്കിന് ഓഫീസുകൾ ഇന്ത്യ മൊത്തമുണ്ട്. അതുവഴി നടക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പണം പുറത്തേക്ക് ഒഴുകുകയാണ്. അതിനൊക്കെ എത്ര നിലവാരമുണ്ടോ എന്താണെന്നൊന്നും അറിയാനുള്ള പക്വതയോ വിവരമോ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ ആൾക്കുമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പാരൻറ്റ്, ഈ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിനൊരു 15 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റ് കഴിഞ്ഞിട്ടാണ് ചൈനയിലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് MBBSന് അഡ്മിഷൻ തരപ്പെടുത്തി അയച്ചത്. അദ്ദേഹം ഒരു റെയിൽവേ ജീവനക്കാരനാണ്. ആ റെയിൽവേ ജീവനക്കാരൻ ഈ 15 സെൻറ്റ് സ്ഥലം വിറ്റ് അയച്ചപ്പോഴേക്കും പക്ഷേ ഒരു പ്രശ്നം പറ്റി. അവിടെ 3 മാസം കഴിയുമ്പോഴേക്കാണ് ഈ പെൺകുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. കാരണം ഇവിടെയുള്ള ഏജൻസിക്ക് എങ്ങനെയെങ്കിലും അഡ്മിഷൻ എടുത്ത് കൊടുത്താൽ മതി. അവർ അഡ്മിഷൻ എടുത്ത് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവിടെ ഇംഗ്ലീഷിലല്ല ചൈനീസൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ 3 മാസമേ ഉള്ളൂ ഒരു സെമസ്റ്റർ എക്സാം വരാൻ. ആ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സെമസ്റ്റർ എക്സാം വന്നു. എക്സാം വന്നപ്പോൾ ഈ പെൺകുട്ടി അവിടെ എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും തന്നെ തോറ്റു. അപ്പോൾ അങ്ങനെ വന്നാൽ ആ യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ചിട്ട് പിന്നെ ആ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആദ്യത്തെ തവണ തന്നെ എല്ലാ പേപ്പറുകളിലും തന്നെ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അടച്ച പൈസയും ഒരു കാരണവശാലും തിരിച്ച് കിട്ടില്ല. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ തൃപ്പൂണിത്തുറക്കപ്പുറം, അതായത് പുത്തൻകാവിലൊക്കെ കിടന്നിരുന്ന ഒരു 15 സെൻറ്റ് സ്ഥലം അങ്ങോട്ട് പോയി കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിനൊന്നും യാതൊരു നിയന്ത്രണമില്ലാത്തൊരു നാട്ടിൽ പാവം പിടിച്ച ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പണമുള്ള ആളുകൾ, അവരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജൊക്കെ. ഇതൊന്നും ഗവൺമെൻറ് വിചാരിച്ചാൽ തടയാൻ പറ്റാത്തൊരു കാര്യമല്ല. പക്ഷെ അത്രമാത്രം കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പകരം ഇത്തരത്തിൽ വലിയ കള്ളന്മാരൊക്കെ രക്ഷപ്പെടുകയും ചെറിയ ഈ പറയുന്ന പോലെ ബ്രെഡ് മോഷ്ടിക്കുന്നവനെ നമ്മൾ തല്ലിക്കൊല്ലുകയും ചെയ്യും. അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കാനുള്ളവനെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും, വലിയ കള്ളനാണെന്നും മോശപ്പെട്ടവനാണെന്നൊക്കെ വിളിക്കും. ഇതിൻ്റെ പുറകിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. 100% എനിക്ക് തെളിവുകളൊന്നുമില്ല, പക്ഷെ ഉറപ്പായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണമില്ലാതെ അവർക്കൊന്നും പണം കൊടുക്കാതെ ഈ പരിപാടി നടത്തും എന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. ഇവർ ഇതുപോലെ സമ്പാദിക്കുന്ന വലിയ പണത്തിൻ്റെ വലിയൊരു വിഹിതം തന്നെ ഇവിടെയുള്ള വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മേടിച്ചെടുക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും ഒടുവിൽ കേസും തലവേദനയൊക്കെ വരുമ്പോൾ അത് ഇവരുടെ തലയിലേക്ക് ഇരിക്കും. ഇവർ വീണ്ടും അടുത്ത ഇരകളെ കണ്ടുപിടിച്ച് ഇതേ പരിപാടികൾ തന്നെ ആസൂത്രണം ചെയ്യും. ഇത് ഇന്ത്യയിൽ നിർബാധം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളോ ഒക്കെ തന്നെ ഇത് വലിയ ഗൗരവമുള്ള വിഷയമായി എന്നെങ്കിലും എടുക്കുന്നത് വരെ.